ഹോളിവുഡ് ലെവലാണ് എടുത്ത് വെച്ചിരിക്കുന്ന പടം. കിട്ടില്ല പടം, മസ്റ്റ് വാച്ച് മൂവി. സൂപ്പർ സൂപ്പർ മൂവിയാണ്. ഹോളിവുഡ് ലെവലാണ്. പൊളി സാധനം. മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പടം ഇനി വരാനില്ല. അത്ര ഉണ്ണിമൂന്നന്റെ ആക്ടിങ് ഒക്കെ കിട്ടില്ല. പൊളി. വയലൻസ് അത്ര പോരാ, അതവർ കാണാത്തോണ്ടാണ്. പക്ഷെ മലയാളം ഇൻഡസ്ട്രിയിൽ വയലൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. പക്ഷേ ഹോളിവുഡ് ലെവലിന്റെ അത്ര വയലൻസ് ഇല്ലെങ്കിലും മലയാളത്തിന്റെ വയലൻസ് ഉള്ളിപ്പടം. ഈ സിനിമ ഉണ്ടാക്കുന്നതിനേക്കാളും ഉണ്ടാക്കാണ്ടിരുത്തിരിക്കാം. വെറും കുറപ്പടം. എന്തിനാണ് ഉണ്ടാക്കിയെന്ന് കർത്താവിനറിയാം. വയലൻസ് മാത്രമേ ഉള്ളൂ, കഥയില്ല, ഒരു ഫീലിംഗ് ഇല്ല. ഫാമിലി കൊല്ലുന്നു, ഫാമിലി ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു ഇമോഷണൽ കണക്ട് ഇല്ല. വയലൻസിന് വേണ്ടി ഉണ്ടാക്കിയ മൂവി, പ്ലോട്ട് ഇല്ല, ഒന്നുമില്ല. I don't recommend it. No, sorry. ഉണ്ണിമൂന്നിന്റെ പെർഫോമൻസ് വാസ് അമേസിംഗ്. ഈ മസിലിലേക്കുള്ള സൂം ചെയ്തൊക്കെ ഷോർട്സ് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് എനിക്ക്. വല്ല വായ്പുണ്ടോ? ടിക്കറ്റ് റീഫണ്ട് കിട്ടാൻ വല്ല വായ്പുണ്ടെങ്കിൽ പ്ലീസ്. കൊള്ളൂല. വയലൻസ് ഇസ് അമേസിംഗ്. വയലൻസിന്റെ ഷോർട്സ് ഒക്കെ കൊള്ളാം. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ വയലൻസിന് പിറകിൽ ഒരു ഇമോഷൻ വേണം. അത് എന്തിനാണ് വയലൻസ്? ഒരു സ്റ്റോറി വേണമല്ലോ ഒരു മൂവിക്ക്. ഈ മൂവിയിൽ ജസ്റ്റ് എന്തിനോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, ബട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. ഓൾ സിസിൽ നോ സ്റ്റേക്ക് എന്ന് വേണം പറയാൻ. അത്രേ ഉള്ളൂ. താങ്ക്സ്. ഇതൊരു ഫ്ലാഷി മൂവി എന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു. എല്ലാം കൊള്ളാം. അടിപൊളി പടം. പക്ഷെ ഫാമിലിക്ക് കാണാൻ പാടാണ് കേട്ടോ. പക്ഷെ വയലൻസ് ആണ്. നല്ല പടം നല്ല പടമാണ്. വയലൻസ് നോക്കി, ലോജിക്ക് മാത്രം നോക്കി പണം കാണാൻ വരുന്നത് പറ്റൂല. നല്ല പടമാണ്. ആക്ഷൻ കിട്ടില്ലാണ്. ആക്ഷൻ അടിപൊളി ആക്ഷനാണ്. സൂപ്പർ ആക്ഷനാണ്. പടം അടിപൊളി പടമാണ്. ചോരക്കളി തന്നെയാണ്. ഫുൾ വയലൻസ് തന്നെയാണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. വയലൻസ് മാത്രം മെയിൻ ആയിട്ട് പറഞ്ഞത്. ഉണ്ണിമൂന്ന് സൂപ്പർ. അത് പറയുക, ഉണ്ണിമൂന്ന് കിടിലായിട്ടുണ്ട്. വയലൻസ് പോരാന്നല്ല, വയലൻസേ ഉള്ളൂ പടത്തിൽ. ആക്ഷനും വയലൻസാണ് മെയിൻ ആയിട്ട് വരുന്നത്. അല്ലല്ലോ, പ്രതീക്ഷ വയലൻസിനെ കാട്ടും. പൊളി പടമായിരുന്നു. എല്ലാവരും സത്യം പറഞ്ഞാൽ കൊച്ചുപിള്ളേർക്ക് കണ്ടുകൂടാ അല്ലേ? ഭയങ്കര വയലൻസ് ആണ്. ഈയിടെ ഇറങ്ങിയതിൽ നല്ല പടം ഇതായിരുന്നു. ഭയങ്കര വയലൻസ് ആണ്, എക്സ്ട്രീം വയലൻസ് ആണ്. പക്ഷെ പൊളിയാണ്. സെക്കൻഡ് ഹാഫ് കിട്ടില്ല. ഉണ്ണിമൂന്നിന്റെ ആക്ടിങ് കിട്ടില്ല. ഉണ്ണിമൂന്നാണ് ഫുൾ വൺ മാൻ ഷോ എന്ന് പറയാം. പൊളി സംഭവം. ഉണ്ണിമൂന്നിന്റെ കറക്റ്റ് റോള് മലയാളത്തിൽ ഇതേപോലെ തന്നെ നാടാൻ പറ്റുള്ളൂ. ഈ റോളിന് അത്ര കിടിലം ഇതായിരുന്നു. ഉറപ്പ്. നല്ല ഫിലിമായിരുന്നു. ഉണ്ണിമൂന്നിന്റെ ആക്ടിങ് എല്ലാം കിടിലമായിരുന്നു. കൊള്ളായിരുന്നു. ആക്ഷൻ സീൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാം സിനിമ ഓവറോൾ സെറ്റായിരുന്നു. അടിപൊളി. ഒരു സ്ക്രിപ്റ്റ് വൈസ് ഒരു കണക്ഷൻ ലിങ്കേജ് അങ്ങനെ തോന്നിയില്ല. പക്ഷേ what I appreciate is ആ ഒരു ഗോർ എന്ന് കാണിക്കാനുള്ള മലയാള സിനിമയിൽ ഗോർ ആദ്യമായിട്ടാണ് വരുന്നത്. സോ അതിന്റെ ഒരു അപ്രീഷിയേഷൻ എന്തായാലും ഉണ്ട്. ഉണ്ണിമുഖൻ വാസ് റിയലി ഗുഡ്. പുള്ളിയുടെ ബോഡി, ദ ഹാർഡ് വർക്ക് ഈസ് ഗുഡ്, ഹിസ് ആക്ടിങ് ഈസ് റിയലി ഗുഡ്. കൊള്ളാം. പുള്ളിക്ക് പറ്റുന്ന ഒരു വെർസറ്റൈലാണ്, വോളറ്റൈലാണ്. എല്ലാ റോൾസും പറ്റുന്ന ടൈപ്പാണ്. സോ ആക്ടിങ് വാസ്, എല്ലാവരും ആക്ടിങ് കൊള്ളായിരുന്നു. കുറച്ചുകൂടെ സ്റ്റോറി വൈസ് കുറച്ചുകൂടെ ഒരു ഗ്രിപ്പിംഗ് ആക്കാൻ, ആൾക്കാരെ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി വൈസ് ഇത് വമ്പനാവും. യൂത്തിന് അല്ല, അങ്ങനല്ല. വേണമെങ്കിൽ കാണാം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണാം. അഭിനയം കൊള്ളാം. ഉണ്ണിമൂന്നും കൊള്ളാം. സൂപ്പറായിട്ട്.